രാവിലെ തന്നെ ഗുണ്ടുവിനെ കെട്ടിയിടും. അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ നൈസായിട്ട് ഇറങ്ങി ഓടും ആള്. അതുകൊണ്ട് നമ്മൾ രാവിലെ അച്ഛൻ പോണ ടൈമിൽ കെട്ടിയിടാറുണ്ട്. പിന്നെ ബോൾ നിർബന്ധം. ആളെപ്പോഴും ഇപ്പം ജീവന് തുല്യം കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് അവൻ്റെ ചുമന്ന ബോള്. എവിടെ ഉണ്ടോ അവിടെ ഗുണ്ടു ഉണ്ട്. അതാണ് അവൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത. ഇപ്പം നമ്മളിപ്പോൾ പാവയൊക്കെ കിടക്കുമ്പം ഉറങ്ങുമ്പോൾ വേണമല്ലോ, അതുപോലെയാണ് ഗുണ്ടുവിൻ്റെ ബോൾ. ഗുണ്ടുവിന് ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം അവൻ്റെ ബോൾ അവൻ അടുത്ത് വേണം. അതാണ് ഇപ്പോഴത്തെ മെയിൻ ആശാന്റെ പരിപാടി. രാവിലത്തെ ഒരു മഞ്ഞുള്ളത് കൊണ്ടാണ് ആശ ഈ അവന്റെ മുഖം കാണുമ്പോ അറിയാം നല്ല തണുപ്പുണ്ട് രാവിലെ. അപ്പം രാവിലെ കെട്ടിയിട്ടില്ലെങ്കിൽ ചേട്ടന്റെ കൂടെയൊക്കെ ഇറങ്ങി അവ അങ്ങ് പോകും. അതുപോലെ പിള്ളേരെയൊക്കെ വിട്ടാൽ ഇന്ന് കുഞ്ഞുവിന് മാത്രമേ ഉള്ളൂ ട്യൂഷൻ. ഇന്ന് ലീവാണ്. അപ്പം കുഞ്ഞുവിന് മാത്രം ഉച്ചവരെ ട്യൂഷനുണ്ട്. അവളെയും പറഞ്ഞു വിട്ടിട്ട് ഞാനും കൊണ്ടുപോകും കൂടി കുറച്ച് ദൂരം പുറത്തൊക്കെ കറങ്ങാൻ പോകും. അത് അവനൊരു സന്തോഷവും. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കുറച്ച് ദൂരം കൊണ്ടുവന്ന് പൂട്ടിയിടും. എന്നിട്ട് പിന്നെ കുഞ്ഞുവിനെയും ചേട്ടൻ പോയതിനു ശേഷമാണ് കുഞ്ഞു പോണത്. കുഞ്ഞും പോയതിനു ശേഷം പിന്നെ ശ്രീകുട്ടി കോളേജ് ഉള്ള സമയമൊക്കെ ആണെങ്കിൽ അവൾക്ക് 8:15 ബസ്സാണ് കേട്ടോ. അപ്പോൾ അവൾ വരും. അങ്ങനെ 3 പേരും 3 സമയങ്ങളിൽ ഓടിപ്പോവും. പിന്നെ ഇത് ഞാനിന്ന് വെറുതെ അവനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവിപ്പോൾ അവിടെ എന്തോ തട്ടണ കണ്ടു. നോക്കിയപ്പോൾ ഒരു വലിയ ചെള്ള് കേട്ടോ. അതാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഓയിൽമെൻ്റൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ബ്ലഡൊക്കെ ഇങ്ങനെ വന്നു. ഞാൻ പിന്നെ കുറച്ചിങ്ങനെ പിതുക്കിയതാണ്ട് ഇതായിരുന്നു. ഞാനിങ്ങനെ കുറച്ച് പിതുക്കിയൊക്കെ കളഞ്ഞ് പിന്നെ ഞാൻ എല്ലായിടും ഒന്ന് നോക്കി. അങ്ങനെ ഇല്ല അവൻ്റെ ശരീരത്തിൽ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ വീട്ടിനകത്തിരി. പക്ഷെ ഇങ്ങനെ എവിടെന്നോ ഒരെണ്ണം വന്നിരിക്കുന്നു. പുറത്തൊക്കെ കൊണ്ടുപോയ സമയത്ത് എങ്ങനെയോ അവൻ്റെ ദേഹത്ത് വന്നതാണ് കേട്ടോ. ഞങ്ങൾ തോട്ടത്തൊക്കെ പോകുമ്പോൾ അവിടെ പശുക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയോ എങ്ങനെയെന്ന് അറിയത്തില്ല, ഒരെണ്ണം കിട്ടി. പിന്നെ ഞാൻ കുറേ നേരം എല്ലാം നോക്കി കേട്ടോ, ഇനി വല്ലതും ഉണ്ടോ. പക്ഷെ പിന്നെ ഒന്നും കണ്ടില്ല. ആ ഒരെണ്ണം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നല്ല മുറിഞ്ഞു പോയി കേട്ടോ. എനിക്ക് നല്ല വിഷമമായി, പാവം. വീണ്ടും ആ മുറിഞ്ഞ ഭാഗത്ത് തന്നെ വീണ്ടും ഞാൻ നോക്കണതാണ് നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടി. കണ്ടാ നിറയും. പിന്നെ അവന് ഞാൻ ബെൽറ്റ് ഇപ്പം ഇട്ട് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ബെൽറ്റ് ഇട്ടിരിക്കുമ്പോൾ അലർജി പോലെ ചെറിയ ചെറിയ കുരുക്കൾ വരണം. അത് നിറയെ മുടിയുള്ളത് കൊണ്ടേ. അതുകൊണ്ടാണ് ഞാനിപ്പം അവന് ബെൽറ്റ് കുറച്ച് ദിവസം അന്ന് ഊരി മാറ്റിയിട്ടേ. അന്നത് അവൻ തൊലച്ച്. പിന്നെ ഞാൻ അതിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കാത്തത് ആ കഴുത്തിൻ്റെ ഭാഗം നനവ് നിൽക്കുകയോ എന്തോ ആണ്. ഈ ഒരു അലർജി പോലെ ചെറിയ കുരുക്കൾ. അപ്പോൾ ഇവ എപ്പോഴും ഇങ്ങനെ കഴുത്ത് ചൊറിച്ചിലായിരുന്നു. പിന്നെ ഞാൻ ബെൽറ്റ് ഊരിയിട്ട് ഓയിൽമെൻറ്റ് മേടിച്ച് ഇട്ടും കൊടുത്ത് കുറഞ്ഞു കേട്ടോ. ഈ റോഡ് പണിക്ക് മുന്നേയൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കൊണ്ടുവന്ന്, നിങ്ങൾക്കറിയാലേ, ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടിയിടുമായിരുന്നു. അവന് ഈ റോഡും നോക്കി ആൾക്കാർ പോണതും നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് കണ്ട അവൻ്റെ ഒരു സന്തോഷവും ചിരി. പക്ഷേ ഇപ്പോൾ റോഡ് പണിയായപ്പോൾ നിറയെ പൊടിയും അവന് അലർജിയൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ വെളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടാറില്ല. മാക്സിമം വീടിനകത്ത് തന്നെ നിർത്താറാണ് പതിവ്. ഇപ്പം ഇവിടെ ഇങ്ങനെ വിരിച്ച് പോയത് കൊണ്ട് ഇപ്പം അധികം പൊടിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് നേരം പാലൊക്കെ എടുത്തിട്ട് വന്നിട്ട് അവനെ അവിടെ ഇരുത്തി. ഭയങ്കര സന്തോഷം കേട്ടോ. അവൻ അങ്ങനെ റോഡിൽ ആൾക്കാരെയൊക്കെ നോക്കി. പിന്നെ അവന് ഇഷ്ടമില്ലാത്ത 1-2 പേരൊക്കെ ഉണ്ട്. അവരെ കാണുമ്പം ദൂരെ നിന്ന് വരുമ്പോഴേ ഇവിടെ നിന്ന് കുരയ്ക്കും. ഈ അവന് കുഞ്ഞായിരുന്നപ്പോൾ ഓക്രി കാണിച്ച ഒരു മാമനുണ്ടായിരുന്നു. ആ മാമനെ കാണുമ്പോൾ ഇപ്പം അവന് ഏത് സമയവും ബോളില്ലാത്തൊരു ജീവിതത്തിൽ. അവൻ്റെ ഇരിപ്പ് നോക്ക്, 2 കാല് താഴെയും അങ്ങനെ. പിന്നെ എവിടെ കളിച്ചാൽ അവസാനം അവൻ കൊണ്ടുവന്ന് ബെഡിൽ വെച്ചിട്ടേ കിടക്കുകയുള്ളൂ. ഇപ്പം ഇവൻ്റെ ബോൾ കളിയും ഇതൊക്കെയായി ഗൈസ് നമ്മുടെ വീട്ടിലൊരു രസം. ഇപ്പം ഇവൻ ബോൾ എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഇവനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇവ എന്ത് ചെയ്യും, കളിക്കണത് കാണാനും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇവ ബോൾ എടുത്തുകൊണ്ട് വരുമ്പോഴേ ഓക്കെ ഗുണ്ടുതാ വന്നിട്ടുണ്ട്, ഇനി ഇവിടെ ഫുള്ള് ബോൾ കളിയായിരിക്കും എന്നൊക്കെ ഉള്ള രസമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിലിപ്പോൾ ഇവ ഇല്ലെങ്കിൽ ഒരുമാതിരി ഉറങ്ങിയത് പോലെയാണ്.
എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇപ്പൊ എവിടെയെങ്കിലും ഉറങ്ങി കിടക്കോ, അല്ലേ ഉറങ്ങി കിടക്കണമെങ്കിൽ വീട് ഉറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ബോളിന്റെ സൗണ്ട് ഇപ്പം ഈ നമുക്ക് അങ്ങ് ഞാനൊക്കെ എൻ്റെ റൂമിൽ ഇരിക്കുമ്പോഴേ ഇവന്റെ ബോള് ജസ്റ്റ് ഇങ്ങനെ വീഴുമ്പോഴുള്ള സൗണ്ടൊക്കെ ഇല്ലേ തട്ടി തട്ടി, അതറിയുമ്പോഴേ തുടങ്ങിയ ആളവിടെ ബോൾ കളിക്കാൻ. രാത്രി 1 മണിക്കൊക്കെ ഞാൻ നോക്കുമ്പോൾ ഇരുന്ന് ബോൾ കളിക്കണ കാണാം. ഇവിടെ വെളിയിൽ കിടന്ന് ഇതുപോലെ ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കര രസമാണ് കണ്ടോ. നമുക്കൊക്കെ ബോൾ കൊണ്ട് തരും, എന്നിട്ട് അവൻ്റെ കൂടി കളിക്കാനാണെങ്കിൽ അവൻ നമുക്ക് ബോൾ കൊണ്ടുവന്നിട്ട് ബാ 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 എന്ന് വിളിക്കും. ഭയങ്കര ഒരു എന്തോ ഗൈസ്, ഇപ്പോൾ ഇവ ഇല്ലാതെ നമ്മളെ വീട് എന്താ പറയുക, ഒന്നും അല്ലാത്ത പോലെ. ഇതുപോലെ ഒരാളിങ്ങനെ 1 വർഷത്തിനകത്ത് നമ്മളെ ലൈഫിൽ വരുമെന്നോ ഇതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നോ ഒന്നും വിചാരിച്ചില്ല കണ്ടോ. ഭയങ്കര രസമാണ് ഇതൊക്കെ കാണാൻ, ഇങ്ങനെ അടിയിൽ കൂടെ കുനിഞ്ഞു പോകണതും ചരിഞ്ഞു പോകണതും. ബോളൊക്കെ എവിടെ പോകും അവൻ്റെ ശരീരം അവിടെയൊക്കെ എത്തും. അതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ തന്നെ ഇപ്പോഴത്തെ നേരം പോകും കേട്ടോ. പിന്നെ ഇവൻ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ ഇതിനേക്കാൾ ഇരട്ടിയാണ്. വീടൊക്കെ കുളമാക്കി ഇടണമെന്ന് വെച്ചാൽ പിന്നെ 1 മണിക്കൂർ എവിടെന്നെങ്കിലും ഒരു കമ്പ് കൊണ്ടുവന്നാ അത് കടിച്ചു പറിച്ച് ഫുള്ള് ഒരു തൊണ്ടിന്റെ കഷ്ണം കിട്ടിയ അത് പിന്നി ചെതറിയിട്ടിട്ട് പോകും. പിന്നെ ആ നാമത്തിന് പോയി പ്രാർത്ഥന, നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്രാർത്ഥനയ്ക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് സത്യം പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോവില്ലായിരുന്നു ഗൈസ്. എന്നെ അമ്മ വിളിച്ചോണ്ട് പോയിട്ട് തന്നെ പറഞ്ഞത് ഞാൻ ലേറ്റായെന്നും പറഞ്ഞു. പക്ഷെ അവിടെ സ്റ്റാർട്ടായതേ ഉള്ളൂ കേട്ടോ. ഒരു വഴക്കൊക്കെ പറഞ്ഞു, ഞാൻ കുളിച്ചിറങ്ങിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. കറക്റ്റ് സമയത്തിന് പോകണ്ടേ, പിന്നീട് പോയാൽ മോശമല്ലേ. പിന്നെ ഞങ്ങള് സൂപ്പർ മാർക്കറ്റിൽ കയറി എന്ത് സാധനങ്ങളൊക്കെ ഇതാണ് ഗൈസ് എൻ്റെ കോലം. ഞാൻ സത്യം പറഞ്ഞ കുളിച്ച് ഇറങ്ങി ഡ്രസ്സ് ഇട്ട് പോന്നു, അത്രേ ചെയ്തോളൂ. ഒന്നും സമയം കിട്ടിയില്ല. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് കേക്കായിരുന്നു കേട്ടോ. ഫുൾ കേക്ക്. എനിക്ക് ക്രീം കേക്കിനേക്കാളും ഇഷ്ടം പ്ലം കേക്ക് കേട്ടോ. അതുകൊണ്ട് ഇത് കണ്ടപ്പം നമ്മൾ സ്വർഗത്തിലോ. പിന്നെ നേരെ അമ്മാമ്മയുടെ വീട്ടിൽ പോയി. അമ്മാമ്മയുടെ വീട്ടിൽ നമ്മൾ ആമിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഓട്ടമായിരുന്നു ആള്. ഇന്ന് നേരെ അതിന്റെ വോയിസ് ഇടാടി. നീ വിളി. ഇട്ട് പേടിപ്പിച്ചാതെ. എവിടെ ചിരി, ഭയങ്കര ചിരിയാണല്ലേ അമ്മ. നിന്റെ ഗുണ്ടുമല്ല അവള് നല്ല ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ട്. ഇങ്ങനെ പാവ എന്റെ പിള്ളേ കണ്ണു വയ്ക്കാതെ. നീയൊക്കെ കണ്ണു വെച്ച അപ്പ വയ്യാതാവും. അവനെ കാട്ടില്ല നിങ്ങളുടെ കണ്ട പഠിക്കില്ലേ. പനി കുറവുണ്ടോ വരുത്തന്നെ? ഒരു തല മാത്ര. അയ്യോ കൈ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കൈയാക്കി വിളിക്കും. കൈ എടുത്ത് നോക്കടാ. വീണ്ടും മക്കളെ കൈയെടു നിർത്തില്ല. കൈയിട്ട് തടയെ കൊണ്ടാ കൈയിട്ട്. ഇവിടെ ഉണ്ടായിരുന്നോ? നിന്റെ ആരടി ഇത്? ശ്രീകുട്ടി അറിയണതേ കുണ്ടത്തക്കിടി പോലെ. ഇടയ്ക്ക് അങ്ങ് വയ്യാതായപ്പോ ഉണങ്ങിയല്ലേ. ഈ സ്നേഹമൊക്കെ നമ്മളിവിടെ ഉള്ളൂ. ഇവരുടെ നിങ്ങൾക്കറിയാലോ, ഈ ടൈപ്പ് ഓഫ് ഡോഗുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. പക്ഷെ പുറത്തുള്ളവരുടെ വലിയ സ്നേഹമൊന്നുമില്ല. അവര് കണ്ടാ കടിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ ഇരുന്ന് മാമൻ്റെ കൂടി കളിച്ചോണ്ടിരുന്നപ്പോ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരാളെ കടിച്ചു. ഇന്ന് ഇവളാണെങ്കി ഇങ്ങനെ രഞ്ജുവിന്റെ വണ്ടിയിൽ ചാടി കയറിയപ്പം ഇങ്ങനെ കാണ്ടിയിൽ കയറി തട്ടി മുറിഞ്ഞു കേട്ടോ.
കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ മുറിവ്. എന്നാലും ബ്ലഡ് വന്നു. അമ്മ കൊണ്ടുവന്ന് ഇങ്ങനെ എനിക്ക് കാണിച്ചു തന്നു. പക്ഷെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അറിഞ്ഞൂടെ ചെറിയൊരു മുറിവ്. അപ്പോഴും മുറിഞ്ഞപ്പം ബ്ലഡ് വന്ന പോലെ. ഇത് അഴിച്ചു വിട്ടാൽ ഓടാനൊന്നും നിൽക്കൂല. കണ്ട, ഇവിടെ തന്നെ നിന്ന് കറങ്ങിക്കോളും. മുണ്ടും അഴിച്ചു വിടണ്ട. ഗേറ്റിന്റെ ഒരു ചെറിയ വിടവ് കിട്ടിയാൽ മതി അല്ലേടി ഇറങ്ങി ഓടാൻ. അയ്യോ, ഇങ്ങനെയൊന്നും ഗുണ്ടു സ്നേഹിക്കാനൊന്നും വന്ന് നിന്ന് തരൂലല്ലേ. അവന് സ്നേഹം കൂടിപ്പോയ എൻ്റെ കുശുമ്പ്. നമ്മുടെ സ്വാമി ബാബു സ്വാമിക്ക് നിന്നെ അഴിച്ചു വിടണോ? ഹൃദയം. ഗുണ്ടുമോൻ ബാത്റൂമിൽ പോവുകയാണ്. കണ്ടാ, ഇതാണ് എൻ്റെ വീട്. ഇവിടെ വരെ എത്തി. അപ്പം ഞാനും അവനെ ഇങ്ങനെ കുറച്ച് പരിസരമൊക്കെ പോയി മൂത്രമൊക്കെ ഒഴിപ്പിച്ചിട്ട് ഞങ്ങളും കിടക്കും. നമ്മളൊരു 10:45 11 മണിക്ക് അടുപ്പിച്ചാണ് കിടക്കുന്നത്. പോയി ഗുണ്ടപ്പ ഇനി വരി, നമുക്ക് വീട്ടിൽ പോവാമേ. നമുക്ക് ഇവിടെ ഒന്നും നിൽക്കണ്ട. മോശം. ഗുണ്ടപ്പോനും വേണ്ട, എൻ്റെ ഗുണ്ടപ്പന് ആരെയും വേണ്ട. ഗുണ്ടപ്പ തിരിഞ്ഞു പോലും നോക്കണില്ല. കണ്ട, നല്ല ഡീസൻറ്റ് മാനാണ് എൻ്റെ കൊച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഇന്നത്തെ ഒരു ദിവസം. പിന്നെ നൈറ്റായ ആളുടെ കട്ടിലും തലങ്ങണിയൊക്കെ ആയിട്ട് അങ്ങ് ചുരുണ്ടു മടങ്ങി അങ്ങ് കിടന്നോളും. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം എന്ന് പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഗുണ്ടുവിന് ചുറ്റുമാണ് കറങ്ങുന്നത്. അവൻ കളിക്കുന്നത് കണ്ടും അവൻ്റെ കള്ളത്തരങ്ങൾ പിടിച്ചും പിന്നെ ഏകദേശം അവനെ ഇവിടെ വീട് ഫുള്ള് എന്തെങ്കിലുമൊക്കെ കുരുത്തേക്കേട് ഒപ്പിക്കും. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യുക, ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ പൊടിയും അതും ഇതും ഒക്കെ ആക്കും. എന്തെങ്കിലും ഒരു ചിരട്ടയായാലും മതി അവന്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അവൻ നല്ല ഉറക്കാവാറായി. ആള് രാവിലെ തൊട്ട് ക്ഷീണിച്ചു പോയി ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ കമൻ്റൊന്നും ഇടാൻ മറക്കരുത്. പിന്നെ എല്ലാ ആൻറ്റിമാർക്കും നമ്മുടെ സ്വന്തം സുഹൃത്തുക്കൾക്കും ഒക്കെ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.